അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സർക്യൂട്ടുകളൊക്കെ എന്തായിരുന്നു? കോമ്പിനേഷണൽ സർക്യൂട്ടായിരുന്നു. കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന സർക്യൂട്ടുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ആക്ച്വലി സർക്യൂട്ടിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. അതിന് മുന്നേ എക്സാമ്പിളായിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ നോക്കാം. ഒന്ന് നമ്മൾ പഠിച്ച മൾട്ടിപ്ലക്സർ, മക്സ്, അതേപോലെ ഡി മൾട്ടിപ്ലക്സർ, ഡിമക്സ്, എൻകോഡർ, ഡീകോഡർ. ഇതൊക്കെ എന്താണ്? കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. എന്താണ് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ഇൻപുട്ടിനെ മാത്രമേ ബാധിക്കുള്ളൂ, മാത്രമേ അതിന് മാത്രമേ എഫക്റ്റ് ഉള്ളൂ. അതായത് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആർ ദോസ് സർക്യൂട്ട്സ് ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇൻപുട്സ്. ഓക്കെ, അതായത് ഒരു സമയമുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു സമയമുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയമുള്ള ഇൻപുട്ടിനെ മാത്രമേ ബാധിക്കുള്ളൂ. നമ്മൾ മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും ഒക്കെ പഠിച്ചാണ്. എങ്ങനെയായിരുന്നു? മൾട്ടിപ്ലക്സറിന് ഒരു ഇൻപുട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് ഔട്ട്പുട്ട് വരും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഔട്ട്പുട്ടിനൊന്നും ബാധിക്കില്ല. അതിന് യാതൊരു ബന്ധവുമില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. മനസ്സിലായോ? ഒരു സമയത്തെ, അതായത് നമ്മളിപ്പോൾ നോക്കുകയാണ്, ഇപ്പം നമുക്ക് എന്താണ് ഇൻപുട്ട്, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. ഇപ്പം കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഔട്ട്പുട്ടായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനത്തെ സർക്യൂട്ടുകളാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എന്തായിരുന്നു? കോമ്പിനേഷണൽ സർക്യൂട്ട് ആയിരുന്നു. മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ ഒക്കെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട്സ് ഹൂസ് ഔട്ട്പുട്ട്സ് അല്ലെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്സ് ഡിപ്പെൻസ് ഓൺലി ഓൺ ദ കറണ്ട് ഇൻപുട്ട്. അതായത് ഇപ്പം എന്ത് ഇൻപുട്ടാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള വാല്യൂവേ കിട്ടുള്ളൂ. അതായത് ഇതിന് മെമ്മറി ഇല്ല, അല്ലേ? പഴയ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? നമ്മൾ അതിന് മെമ്മറി ഉണ്ടെന്ന് പറയും, മെമ്മറിയുള്ള സർക്യൂട്ടാണെന്ന് പറയും. ഈ സർക്യൂട്ടുകൾക്ക് മെമ്മറി ഇല്ല. കാരണം ഇപ്പം എന്താണോ ഇൻപുട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ കിട്ടൂ. മൾട്ടിപ്ലക്സറാണ് അങ്ങനെ, ഇപ്പോൾ ഏതൊക്കെ ഇൻപുട്ടുകളാണോ അതിനാണ് മൾട്ടിപ്ലക്സിങ് നടക്കുക. ഡീമൾട്ടിപ്ലക്സർ അങ്ങനെയാണ്, ഏതാണോ ഇൻപുട്ട് ഉള്ളത് അതിനപ്പം ഡീമൾട്ടിപ്ലക്സിങ് നടത്തി എടുക്കും. എൻകോഡർ അങ്ങനെ, എൻകോഡിങ് എങ്ങനെയാണ് നടത്തുക. ഡീകോഡിങ് എങ്ങനെയാണ് നടത്തുക. ഇപ്പോൾ എന്താണോ ഇൻപുട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ കിട്ടൂ. പഴയ ഇൻപുട്ടിനെയോ പഴയ ഔട്ട്പുട്ടിനെയോ ഒന്നും അത് ആശ്രയിക്കുന്നില്ല, അതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനാണ് കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുക. നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ എന്താണ്? കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. ഇനി അടുത്ത വരുന്നൊരു സർക്യൂട്ടാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ ഒന്നാമത്തത് കോമ്പിനേഷൻ സർക്യൂട്ടാണ് പഠിച്ചത്. സീക്വൻഷ്യൽ സർക്യൂട്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. അപ്പോൾ എന്തായിരിക്കും സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മെമ്മറിയുള്ള ഡിവൈസുകളായിരിക്കും, സർക്യൂട്ടുകളായിരിക്കും. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനെയും ആശ്രയിക്കും, അതേപോലെ തന്നെ പഴയ ഔട്ട്പുട്ടിനെയും ആശ്രയിക്കും. മനസ്സിലായോ? അതാണ് കോമ്പിനേഷൻ സർക്യൂട്ട് എന്നുള്ള വ്യത്യാസം സീക്വൻഷ്യൽ സർക്യൂട്ടിന്. കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനനുസരിച്ച് ഇപ്പോൾ ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. നേരെ മറിച്ച് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ, അതിൻ്റെ ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് വാല്യൂ, അതായത് പ്രസൻറ്റ് ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് ഇൻപുട്ടിനെയും അതേപോലെ തന്നെയുള്ള പാസ്റ്റ് ഔട്ട്പുട്ടിനെയോ അല്ലെ പാസ്റ്റ് ഔട്ട്പുട്ടുകളെയോ ആശ്രയിക്കും. പാസ്റ്റ് ഇൻപുട്ട് ഇല്ല കേട്ടോ, പഴയ ഔട്ട്പുട്ടിനെയും ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആർ ദോസ് സർക്യൂട്ട്സ് ഹൂസ് ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട്, അത് ഹൂസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ ഇപ്പോഴുള്ള ഇൻപുട്ടിന്. പ്രസൻറ്റ് ഇൻപുട്ടിന് മാത്രമാണോ? അല്ല, പ്രസൻറ്റ് ഇൻപുട്ടിന് മാത്രമാണ് എന്താണ്? അത് കോമ്പിനേഷൻ സർക്യൂട്ടാണ്. സീക്വൻഷ്യൽ സർക്യൂട്ട് ആകുമ്പം അത് പ്രസൻറ്റ് ഇൻപുട്ട് ആസ് വെൽ ആസ്, അതായത് പ്രസൻറ്റ് ഇൻപുട്ടിനെയും അതേപോലെ തന്നെ പാസ്റ്റ് ഔട്ട്പുട്ട് ഓർ ഔട്ട്പുട്ട്സ്, അതായത് ഒന്നോ അല്ലെ ഒന്നിൽ കൂടുതലോ ഔട്ട്പുട്ടുകളെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ്
സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാനുള്ളത് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാച്ച് എന്ന് പറയും, ലാച്ചസ്, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ രജിസ്റ്റേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് കാര്യങ്ങളുണ്ട്. അതുപോലെ കൗണ്ടേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ളതാണ്, മൂന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം, നിങ്ങൾ ഇതുവരെ സീക്വൻഷ്യൽ സർക്യൂട്ട് പഠിച്ചിട്ടില്ല. ലാച്ചോ ഫ്ലിപ്പ് ഫ്ലോപ്പോ രജിസ്റ്ററോ കൗണ്ടറോ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത് കോമ്പിനേഷൻ സർക്യൂട്ടിനെ മാത്രമാണ്. അതാണ് മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എടുത്ത കാര്യങ്ങൾ. അപ്പോൾ ആ വ്യത്യാസം ഒന്നും കൂടെ നോക്കാം. കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ദോസ് സർക്യൂട്ട്സ് ഹൂസ് ഔട്ട്പുട്ട്, ഹൂസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ആക്കട്ടെ, ഇപ്പോഴത്തെ ഔട്ട്പുട്ട്, ഹൂസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കറണ്ട് ഇൻപുട്ട്, ഇപ്പോൾ ഉള്ള ഇൻപുട്ടിന്. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് ഇൻപുട്ടിനെ മാറ്റിയിട്ട് പ്രസൻറ്റ് ഇൻപുട്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഹൂസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കറണ്ട് ഇൻപുട്ട്, ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനനുസരിച്ച് ഇപ്പോൾ ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായോ? അതാണ് കോമ്പിനേഷൻ സർക്യൂട്ട്. നേരെ മറിച്ച് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണ്? ദോ സർക്യൂട്ട്സ് ഹൂസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ആസ് വെൽ ആസ് പാസ്റ്റ് ഔട്ട്പുട്ട് ഓർ പാസ്റ്റ് ഔട്ട്പുട്ട്സ്. പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യൂല. അതായത് ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനെയും അതേപോലെ പഴയ ഔട്ട്പുട്ടിനെയാണ് ആശ്രയിക്കുന്നത്. അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനെയും പഴയ ഔട്ട്പുട്ടിനെയും ആശ്രയിക്കും. നേരെ മറിച്ച് കോമ്പിനേഷൻ സർക്യൂട്ട് എന്താണ്? ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇൻപുട്ടിനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ, പഴയ ഔട്ട്പുട്ടിനെ ഒന്നും ആശ്രയിക്കില്ല. ഓക്കെ, സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ഇതൊക്കെയാണ്. ഇപ്പോൾ ലാച്ചസ് എന്ന് വിളിക്കാം. കുറേ ടൈപ്പ് ലാച്ചസ് ഉണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റർ, കൗണ്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി സീക്വൻഷ്യൽ സർക്യൂട്ട്. അതിൽ ഒന്നാമത്തതായ ലാച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി സീക്വൻഷ്യൽ സർക്യൂട്ടാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ലാച്ചസ് ആണ്. ലാച്ചസ്. അപ്പോൾ ലാച്ചസ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ആദ്യമായിട്ട് ഞാൻ ടോപ്പിക്കിൽ നേരിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ആദ്യമായിട്ട് പഠിക്കുന്നത് എസ് ആർ ലാച്ച്. എസ് എന്ന് പറഞ്ഞാൽ സെറ്റിനും ആർ എന്നുവ റീസെറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറ്റ് റീസെറ്റ് ലാച്ചാണ്. പിന്നെ ഇത് എഴുതിയപ്പോൾ ഇതിന് നടുക്കൊരു ഡോട്ട് ഉണ്ട്. അങ്ങനെ ഡോട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഡോട്ട് എന്തായാലും ആവശ്യമുണ്ടെന്ന്. ഇതാണ് എസ് ആർ ലാച്ച്, സെറ്റ് റീസെറ്റ്. എസ് എന്ന് പറഞ്ഞാൽ സെറ്റിനാണ്, ആർ എന്ന് പറഞ്ഞാൽ റീസെറ്റിന് വേണ്ടിയിട്ടാണ്. ആർ എന്ന് പറഞ്ഞാൽ റീസെറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് സെറ്റ് റീസെറ്റ് ലാച്ച്. അപ്പോൾ നമുക്ക് എസ് ആർ ലാച്ചാണ് പഠിക്കാനുള്ളത്. നമുക്ക് രണ്ട് കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള എസ് ആർ ലാച്ചാണ് ഒന്ന് പഠിക്കാനുള്ളത്. ഒന്ന് നമുക്ക് എസ് ആർ ലാച്ച് യൂസിങ് നോർ ഗേറ്റ്. അടുത്തത് എസ് ആർ ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നേരെ എസ് ആർ ലാച്ച് യൂസിങ് നോർ ഗേറ്റ് വരയ്ക്കാം. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അതെങ്ങനെയാണ് വർക്കിംഗ് എന്നും പഠിക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളൊരു ഡൗട്ടും വേണ്ട. കൂടെ പെന്നും പെൻസിലും വെച്ചിട്ട് ബുക്കും വെച്ചിട്ട് വരച്ച് എഴുതി പോകണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഇന്നത്തെ എസ് ആർ ലാച്ച്. അതിൽ ഒന്നാമത്തതായിട്ട് നമുക്ക് യൂസിങ് നോർ ഗേറ്റ്. എന്താ അറിയാലോ? നോട്ട് ഓഫ് ഓർ ഗേറ്റ് ആണ്. ഇതാണ് ഓർ ഗേറ്റ്. ഇതിൻ്റെ ഔട്ടിലൊരു വട്ടം കൂടെ ഉണ്ടെങ്കിൽ നോർ ഗേറ്റ് ആയി അല്ലേ? അപ്പോൾ നോർ ഗേറ്റ് എന്തായിരിക്കും ചെയ്യുക? എയും ബിയും ആണ് അതിൻ്റെ ഇൻപുട്ടെങ്കിൽ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓർ ഗേറ്റ് ആണെങ്കിൽ എ ഓർ ബി ആയിരിക്കും ഔട്ട്പുട്ട്. നോർ ഗേറ്റ് ആണെങ്കിൽ എ ഓർ ബി ഹോൾ ബാർ അല്ലേ? എ ഓർ ബി ഹോൾ ബാർ, ഇതാണ് നോർ ഗേറ്റ്. അപ്പോൾ നമ്മൾ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സർക്യൂട്ട് വരയ്ക്കാം. സർക്യൂട്ട് എല്ലാവരും കൂടെ വരച്ചോളണം. ഇതിൽ ആക്ച്വലി രണ്ട് നോർ ഗേറ്റ് ആണുള്ളത്. ഒരു നോർ ഗേറ്റ് ഇതാണ് രണ്ടാമത്തെ നോർ ഗേറ്റ്.
നമുക്ക് 2 ഔട്ട്പുട്ട് ഉണ്ട്, നമുക്ക് 2 ഇൻപുട്ടുകളുണ്ട്. ഒന്നാമത്തെ ഇൻപുട്ട് റീസെറ്റ് ഇൻപുട്ടാണ്. രണ്ടാമത്തെ ഇൻപുട്ട് സെറ്റ് ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യൂ ആണ്, രണ്ടാമത്തത് ക്യൂ ബാർ ആണ്. അതായത് ക്യൂവിൽ എന്ത് കിട്ടുന്നോ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ക്യൂ ബാർ. അപ്പം SRLH കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇവിടെ ഇപ്പം എന്താ സംഭവം, ഇപ്പോൾ ഉള്ള ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, ഇപ്പോൾ ഉള്ള ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ SRLH എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട്, അതായത് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ടുകൾ എന്തായിരിക്കണം, ഇപ്പോൾ ഉള്ള ഇൻപുട്ടുകളെയും പഴയ ഔട്ട്പുട്ടുകളെയും ഡിപ്പെൻഡ് ചെയ്യണം. ആ ടൈപ്പ് സർക്യൂട്ടാണ്. ഇപ്പോൾ പഴയ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലൊന്നും സർക്യൂട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ സർക്യൂട്ട് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഈ ക്യൂ ബാറിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ നോർ ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. ഇതിനാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടിനെ മറ്റേ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. അതേപോലെ തന്നെ ക്യൂ എന്നുള്ള ഔട്ട്പുട്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, രണ്ടാമത്തെ നോർ ഗേറ്റിന് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു SRLHൻ്റെ സർക്യൂട്ട്. ഇതാണൊരു SRLHൻ്റെ സർക്യൂട്ട്. കുറച്ചും കൂടെ വൃത്തിക്ക് വരയ്ക്കാം, അതുകൊണ്ടാണ് മാച്ചത്. ഇത്ര എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇത് 1 എന്നും 2 എന്നും ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. നോർ ഗേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ എന്തായാലും കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇത് കുറേ കേസിൽ ആവശ്യമുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ SRLH യൂസിങ് നോർ ഗേറ്റ്. ഇനി ഇവിടെ ഉപയോഗിക്കുന്നത് നോർ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും കൂടെ എഴുതാം. എങ്ങനെയായിരുന്നു നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ? ആർക്കും പറയാൻ പറ്റുമോ? വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സമയം പോകും. അപ്പം എയും ബിയും ഇൻപുട്ടാണ്, ഔട്ട്പുട്ട് Y ആയിരുന്നെങ്കിൽ, അതായത് 2 ഇൻപുട്ട് നോർ ഗേറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇൻപുട്ടുകൾ ഏതൊക്കെയായിരിക്കും? 0 0 0 1 1 0 1 1. അപ്പം നോർ ഗേറ്റ്, ഓർ ഗേറ്റിൻ്റെ കേസ് എങ്ങനെയായിരുന്നു? ഓർ ഗേറ്റിനകത്ത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നോർ ഗേറ്റിൻ്റെ ഔട്ട് കിട്ടുക. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരുന്നു? 1 ആയിരുന്നു. രണ്ട് ഇൻപുട്ടുകളും 0 ആണെങ്കിലായിരുന്നു ഔട്ട്പുട്ട് 0. അപ്പോൾ അതിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് അല്ലേ വരിക നോർ ഗേറ്റിന്. അപ്പോൾ നോർ ഗേറ്റിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും? 2 ഇൻപുട്ടുകളും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഇൻപുട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നോർ ഗേറ്റ്. ഈ നോർ ഗേറ്റാണ് നമ്മളിവിടെ ഈ ഒരു SRLH ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഓരോ കേസിലും എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കേസ് 1, അതായത് നമുക്കിവിടെ എസും ആറും ഉണ്ടല്ലോ. എസും ആറും ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ കേസായിട്ട് നോക്കണം. എസിൻ്റെ ആറിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് എസിൻ്റെ വാല്യൂ 0 എന്ന് എടുക്കാം. എസിൻ്റെ വാല്യൂ 0 ആണ്. ആറിൻ്റെ വാല്യൂയോ 1. എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1 എന്നിരിക്കട്ടെ. അപ്പോൾ എസിൻ്റെ വാല്യൂ 0 കൊടുക്കാം. എസിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 1. അതായത് എസ് എന്നുള്ള ഇൻപുട്ട് 0യും ആർ എന്നുള്ള ഇൻപുട്ട് 1ഉം ആണ്. എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ഒന്നാമത്തെ ഗേറ്റ്? നോർ ഗേറ്റ് ആണ്. ഇവിടെ രണ്ടാമത്തെ നോർ ഗേറ്റ് ആണ്. അപ്പോൾ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ എനിക്ക് മനസ്സിലാകും. നോർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഈ കേസ്, ഈ കേസ്, ഈ 3 കേസുകൾ നോക്കിയാൽ അറിയാം. അറ്റ്ലീസ്റ്റ് ഒരു 1 എങ്കിലും ഇൻപുട്ടിൽ വരികയാണെങ്കിൽ ആ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഒന്നാമത്തെ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. Q = 0 ആയിരിക്കും അല്ലേ? Qയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു 0 ആണ് എങ്ങോട്ട് വരുന്നത്? ഫീഡ്ബാക്ക് ആയിട്ട് അടുത്തേക്ക് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പ്രസൻറ്റ് ഇൻപുട്ട് അതേപോലെ പാസ്റ്റ് ഔട്ട്പുട്ട് ഇതിനെന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും
പ്രസൻറ്റ് ഔട്ട്പുട്ട്. ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ ഈ 0 ആണ് രണ്ടാമത്തെ OR ഗേറ്റ് ലൈനിൻ്റെ ഒരു ഇൻപുട്ട്. അതേപോലെ ആ രണ്ടാമത്തെ OR ഗേറ്റിൻ്റെ അടുത്ത ഇൻപുട്ട് ഏതാണ്? എസിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, ഇവിടുന്ന് ഫീഡ്ബാക്ക് ചെയ്ത് വന്ന 0 ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ NOR ഗേറ്റിനകത്ത് എയും ബിയും നോക്കിയാൽ ഇൻപുട്ടുകൾ എന്താണ്? 0യും 0 ആണ്. അപ്പം എയും ബിയും, അതായത് ഇൻപുട്ടുകൾ രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ക്യൂ. ഒന്നാമത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ്? ക്യൂ ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1. ക്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ക്യൂ ബാർ. അപ്പോൾ ക്യൂ 0 ആണെങ്കിൽ ക്യൂ ബാർ എന്താ വരേണ്ടത്? 1 ആണ് വരേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുമെങ്കിൽ മനസ്സിലായിണ്ടോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യും, സമയമില്ല. ഞാൻ അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. SRൻ്റെ ലാച്ചിൻ്റെ സർക്യൂട്ടാണിത്. ഇവിടെ R, S എന്നുള്ള രണ്ട് ഇൻപുട്ടാണുള്ളത്. ഇവിടെ നമ്മൾ NOR ഗേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്യൂവും ക്യൂ ബാറുമാണ്. അപ്പോൾ ഇവിടെ NOR ഗേറ്റ് ആയതുകൊണ്ട് നമ്മൾ കേസ് 1 ആയിട്ട് തുടങ്ങുന്നത് എസിൻ്റെ വാല്യൂ 0യും 1ഉം അല്ലേ? S R എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 കോമ്പിനേഷൻ ഉണ്ട്. 0 0 0 1 1 0 1 1 അങ്ങനെ 4 കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ കേസായിട്ട് നമ്മൾ എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1 ആക്കി എടുത്ത്. എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1ഉം ആണെങ്കിൽ ആ കേസിൽ നമുക്കറിയാം ഒന്നാമത്തെ NOR ഗേറ്റ് നോക്കുകയാണെങ്കിൽ NOR ഗേറ്റിൻ്റെ പ്രത്യേകം എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 1 ആയതുകൊണ്ട് ഒന്നാമത്തെ NOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് അതെന്ന് പറഞ്ഞാൽ ക്യൂ ആണ്, അത് 0 ആയിരിക്കും. സർക്യൂട്ട് പ്രകാരം അതാണ് ഫീഡ്ബാക്കിൽ എടുത്തിട്ട് രണ്ടാമത്തെ NOR ഗേറ്റിന് ഇൻപുട്ടായി കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇതിൽ S ഓൾറെഡി 0 ആണ്, ക്യൂവിനെ ഫീഡ്ബാക്ക് ആയിട്ട് രണ്ടാമത്തെ ഇൻപുട്ടായിട്ടും കൊടുത്തിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ NOR ഗേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്? 0യും 0 ആണ്. അപ്പോൾ രണ്ട് ഇൻപുട്ടുകളും 0യും 0 വന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും NOR ഗേറ്റിൽ. അപ്പോൾ ആ രണ്ടാമത്തെ NOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് ക്യൂ ബാർ. അപ്പോൾ ക്യൂ ബാർ എന്തായിരിക്കും? 1. ഇതാണ് കേസ് 1. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സാധനം നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് 2 ആണ്. കേസ് 2 എന്തായിരിക്കും? ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. തൊട്ട മുന്നത്തെ കേസിലേക്ക് ഒന്ന് പോവാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് എസിൻ്റെ വാല്യൂ 0യും എസിൻ്റെ വാല്യൂ 1ഉം കൊടുത്തു. എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1ഉം കൊടുത്തു. ഇനി ഞാൻ പെട്ടെന്ന് ഇതിനെ ഈ എസിൻ്റെ വാല്യൂ, അതായത് ഈ സപ്ലൈ അങ്ങ് നിർത്തിയെന്ന് വെച്ചോ. സപ്ലൈ നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന വോൾട്ടേജ് ആണല്ലോ ഈ 1 ഉം 0 എന്നും കാണിക്കുന്നത്. ഇവിടെ വോൾട്ടേജ് കൊടുക്കുന്നതിനാണ് നമ്മൾ 1 എന്ന് പറയുന്നത്. ഇവിടെ വോൾട്ടേജ് ഇല്ലാത്തതിന് ഗ്രൗണ്ടിനെയാണ് 0 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാലോ. ലോജിക്കലി 1 എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജും ലോജിക്കലി 0 എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ഇല്ലാതാക്കിയാൽ, ഇൻപുട്ട് ഇല്ലെന്ന് വെച്ചോ, ഇൻപുട്ട് ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S ഈക്വൽ ടു 0, R ഈക്വൽ ടു 0. ഇൻപുട്ടേ ഇല്ല, രണ്ടും എന്താണ്? 0 വോൾട്ടേജാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ നിലവിലെ അവസ്ഥ നോക്കൂ. സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ആസ് വെൽ ആസ് പാസ്റ്റ് ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ തൊട്ട മുന്നത്തെ കേസിൽ S 0യും R 1ഉം ആയപ്പോഴുള്ള ഔട്ട്പുട്ടുകളാണ് ഇത്. അതായത് ഞാൻ ഈ പിങ്ക് കൊണ്ട് മാർക്ക് ചെയ്ത സാധനം. അതിന് ശേഷമല്ലേ ഞാൻ സപ്ലൈ മാറ്റുന്നത്? സപ്ലൈ എന്ത് ചെയ്ത്? രണ്ടും 0 ആക്കുന്നത്. അപ്പോഴുള്ള പ്രസൻറ്റ് ഇൻപുട്ട് ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ പിങ്കിൽ മാറിയത് എന്നുള്ള സാധനം എന്തായി? അത് പാസ്റ്റ് ഔട്ട്പുട്ടായി. തൊട്ട മുന്നത്തെ കേസായി അല്ലേ? ഈ കേസ് മാറ്റി ഒന്നാമത്തെ സ്റ്റേജ് ഇതാണ്, ഫസ്റ്റ് സ്റ്റേജ് ഇതായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ സപ്ലൈ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട മുന്നത്തെ എന്നാണ് ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടല്ലേ ഇത്? അപ്പോൾ ആ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീക്വൻഷ്യൽ സർക്യൂട്ട് സ്റ്റോർ ചെയ്യൂലേ? അപ്പോൾ എന്തായിരിക്കും? ക്യൂവിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 0യും ക്യൂ ബാർ 1ഉം തന്നെ നിൽക്കുക. അപ്പോഴാണ് ഞാൻ S 0യും R 0യും ആക്കുന്നത്. അപ്പോൾ ഈ 1 ഇവിടെ ഉണ്ടാവും അല്ലേ? ഇവിടെ 0യും ഉണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? ഞാൻ പിങ്കിൽ വരയ്ക്കുന്നത് 0യും 0യും ആണ്. അപ്പം ഈ 1 ഇവിടെ ഉള്ള ക്യൂ ബാർ എന്നുള്ള 1 എന്ത് ചെയ്യും? ഈ ഫീഡ്ബാക്ക് കൂടെ പോയിട്ട് ഇവിടെ എത്തും. അതാണ് പിങ്കിൽ വരച്ച 1. അപ്പോൾ ഒന്നാമത്തെ
ഗേറ്റ് നോക്കൂ. ഒന്നാമത്തെ ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്? പിങ്കിലുള്ള സീറോയും പിങ്കിലുള്ള വണ്ണും. അപ്പോൾ സീറോയും വണ്ണും ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോയും വണ്ണും ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സീറോയും വണ്ണും ഇൻപുട്ടായ ഔട്ട്പുട്ട് സീറോ ഈ ഓർ ഗേറ്റിൻ്റെ. അപ്പോൾ ക്യൂ എന്താണ്? ക്യൂവിൻ്റെ വാല്യൂ സീറോ ആണ്. ഇനി രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ ഈ സീറോ ഇതിൽ കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അതാണ് പിങ്കിൽ വരയ്ക്കുന്ന സീറോ. എസിൻ്റെ വാല്യൂ എന്താണ്? എസിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ പിങ്കിൽ സീറോ ആക്കി കൊടുത്തു. 0 0. ഇനി പിങ്കിൽ എന്ന് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് സ്റ്റേജ് കാണിക്കാൻ പിങ്ക് കൊണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ നോർ ഗേറ്റ് നോക്കൂ. അതിൻ്റെ ഇൻപുട്ടുകളൊക്കെയാണ് പിങ്കിലുള്ള സീറോയും സീറോയും. ഇൻപുട്ടുകൾ സീറോയും സീറോ, ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നേരത്തെ കേസിൽ ക്യൂവും ക്യൂ ബാർ എന്താണ്? സീറോയും വണ്ണും. ഇപ്പോഴത്തെ കേസിൽ ക്യൂവും ക്യൂ ബാർ എന്താണ്? ഇപ്പോഴും ക്യൂവും ക്യൂ ബാറും സീറോയും വണ്ണും തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട്പുട്ട് മാറിയിട്ടില്ല. അതായത് മെമ്മറി റീറ്റെയിൻ ചെയ്തു. അതായത് നമ്മൾ ഇൻപുട്ടിൻ്റെ വാല്യൂ സീറോയും സീറോയും കൊടുക്കുകയാണെങ്കിൽ പുതുതായി കിട്ടുന്ന സ്റ്റേറ്റ്, ഔട്ട്പുട്ടിൻ്റെ പുതുതായിട്ടുള്ള സ്റ്റേറ്റ് എന്തായിരിക്കും? പഴയ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, പഴയ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനാണ് മെമ്മറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. മെമ്മറി സ്റ്റോറേജ്. അതായത് നോക്കിക്കോ, എസിൻ്റെ വാല്യൂ സീറോയും ആറിൻ്റെ വാല്യൂ 1. ആദ്യത്തെ കേസാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂ ഈക്വൽ ടു സീറോയും ക്യൂ ബാർ ഈക്വൽ ടു 1 കിട്ടി. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? എസിൻ്റെ വാല്യൂ സീറോയും ആറിൻ്റെ വാല്യൂ സീറോയും ആക്കി. അപ്പോഴും ക്യൂവിൻ്റെ വാല്യൂയും ക്യൂ ബാറിൻ്റെ വാല്യൂയും മാറുന്നില്ല, പഴയ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻപുട്ടുകളിൽ 2 ഇൻപുട്ടും സീറോ കൊടുക്കുകയാണെങ്കിൽ മെമ്മറി റീറ്റെയിൻ ചെയ്യും. അതായത് ഔട്ട്പുട്ടിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. തൊട്ട മുന്നത്തെ കേസിൽ ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയാണ് വീണ്ടും കിട്ടുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ കേസ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. എസിൻ്റെ വാല്യൂ സീറോയും എസിൻ്റെ വാല്യൂ 1 അല്ലേ ആറിൻ്റെ വാല്യൂ 1 അല്ലേ കൊടുത്തത്? അത് മാറുന്ന കേസിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ പുതിയ കേസ് നമ്പർ 2 ആണ് ഇനി നമ്മൾ നോക്കുന്നത്. കേസ് നമ്പർ 2ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0യും കൊടുത്തു. നേരെ റിവേഴ്സ് എടുത്തു. ആദ്യ കേസിൽ എസ് സീറോയും 6 1ഉം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താ എടുക്കുന്നത്? എസ് 1ഉം 6 0. അതായത് എസിനും 6ഉം 4 കോമ്പിനേഷൻ ഉണ്ട്. 0 0 0 1 1 0 1 1. ഒന്നാമത്തെ 0 1 കേസ് നമ്മൾ നോക്കി. അതിൽ തന്നെ 0 0 ആയ എന്ത് സംഭവിക്കും നോക്കി. ആക്ച്വലി കേസ് 2 അവിടെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കേസ് 3 ആണ് ആക്ച്വലി പഠിക്കുന്നത്. എന്നാണ് 1 0 ആണ് ഇനി കൊടുക്കാൻ പോകുന്നത്. 1 0. എസിൻ്റെ വാല്യൂ 0യും 1ഉം ആറിൻ്റെ വാല്യൂ 0യും ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ആറിൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുത്തു, എസിൻ്റെ വാല്യൂ 1 കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, തൊട്ട മുന്നത്തെ കേസ് തന്നെ നോക്കിയാൽ നമുക്കറിയാം ഇങ്ങനെയാണ്. തൊട്ട മുന്നത്തെ കേസ് നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നോർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരുന്നു? ഔട്ട്പുട്ട് 0 ആണ് അല്ലേ? നോർ ഗേറ്റിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടെങ്കിലും 1 വരികയാണെങ്കിൽ, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 1 ഉണ്ട്, അപ്പോഴൊക്കെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ട് 1 വന്നില്ലേ സെക്കൻഡ് നോർ ഗേറ്റിൽ? അപ്പോൾ ക്യൂ ബാറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ 1 ആണ്. 1 സെക്കൻഡ്, 2 വരെ അഡ്മിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഈ 1 ആണ്. ഇപ്പോൾ ഇവിടെ ക്യൂ ബാർ എന്തായി? 1 ആയി. അപ്പോൾ ഈ 1 എന്ത് ചെയ്യും? ഈ ഫീഡ്ബാക്ക് കൂടെ പോയിട്ട് ഇവിടെ 1 ആയിട്ട് വരും. അപ്പോൾ ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ കേസ് നോക്കി എങ്ങനെയാണ്? ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ കേസിൽ ആറിൻ്റെ വാല്യൂ, ഒരു ഇൻപുട്ട് എന്താണ്? 0 ആണ്. അതായത് ഈ 6, അതാണ് ഇവിടെ 0. രണ്ടാമത്തെ ഇൻപുട്ടോ 1, 0യും 1ഉം. 0യും 1ഉം കൊടുത്താൽ എന്താ ഔട്ട്പുട്ട് വരിക? 0യും 1ഉം കൊടുത്ത ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പം എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1. ക്യൂ ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1. ഇതാണ് കേസ്. ഇനി നമുക്ക് പഴയ പോലെ തന്നെ പെട്ടെന്ന് എസിൻ്റെ വാല്യൂ, അതായത് ഞാൻ ഇൻപുട്ടുകൾ നിർത്തിയെന്ന് വെച്ചോ. ഇൻപുട്ടുകൾ നിർത്തുന്നത് നമുക്ക് പിങ്കിൽ വരയ്ക്കാം. എസ് ഈക്വൽ ടു 0യും ആർ ഈക്വൽ ടു 0യും വന്നാൽ എന്ത് സംഭവിക്കും നോക്കാം.
അപ്പോൾ എസിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി, ആറിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി. അപ്പോൾ രണ്ട് ഇൻപുട്ടുകൾ മാറിയിട്ടുണ്ട്. നമുക്കറിയാം എന്താ സംഭവിക്കുക. ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ പിങ്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ടായ പിങ്കിനെയും ഡിപ്പെൻഡ് ചെയ്യും, തൊട്ട മുന്നേയുള്ള പഴയ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ പഴയ ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? ഇവിടെ ഒരു ക്യൂ ബാർ 1 ഉണ്ട്. നമ്മളിതിൽ 1 ആണ് ശ്രദ്ധിക്കുക. കാരണം എന്താ അറിയുമോ? നോർ ഗേറ്റ് അല്ലേ ഉപയോഗിച്ചത്. നോർ ഗേറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വന്ന ഔട്ട്പുട്ട് 0 ആവുന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ 1 ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ ഇത് ശ്രദ്ധിക്കാതിരിക്കാനുള്ള കാരണം അതാണ്. അതിന് അങ്ങനെ ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല. ഇനി വേണേൽ അങ്ങനെ നോക്കാം. ഇവിടെ ഇപ്പം എന്താണ്? ഇപ്പോൾ ഉള്ള ക്യൂ എന്താണ്? 0 ആണ്. ഈ 0 ആണ് ഇവിടെ. ഇതിൽ കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ വരും, ഇവിടെ വരും. അപ്പോൾ രണ്ടാമത്തെ നോർ ഗേറ്റ് നോക്കൂ. രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? 0യും 0 ആണ്. നോർ ഗേറ്റിന് രണ്ട് ഇൻപുട്ടും 0 0 വന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഈക്വൽ ടു 1 ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ 1 തിരിച്ച് ഫീഡ്ബാക്ക് പോയി ഇവിടെ എത്തിയാൽ എന്താണ്? ഇവിടുത്തെ ഇപ്പോൾ ഉള്ളത് 0 ആണ്, അതേപോലെ 1 ആണ്. 0യും 1 ആണ്. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചോ? ഇൻപുട്ടിൻ്റെ വാല്യൂ ഇവിടെയും 0 0 ആക്കിയപ്പോൾ ക്യൂ എന്തായി? പഴയ പോലെ തന്നെ ക്യൂ 0യും ക്യൂ ബാർ 1ഉം തന്നെ. അതായത് ഇവിടെയും നമ്മൾ എന്ത് കണ്ടു? മെമ്മറി കണ്ടു അല്ലേ. മെമ്മറി, അതായത് മെമ്മറി സ്റ്റോറേജ് കണ്ടു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കേസിൽ നോക്കൂ, എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്തായിരുന്നു? ക്യൂ ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1ഉം കിട്ടി. എന്നിട്ട് നമ്മൾ എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 0യും കൊടുത്താൽ, അതായത് രണ്ട് ഇൻപുട്ടുകളെയും 0 കൊടുത്താൽ എന്തായി? ഔട്ട്പുട്ടിൽ മാറ്റമൊന്നുമില്ല. ക്യൂ 0യും ക്യൂ ബാർ 1ഉം തന്നെയാണ്. അതായത് ഇൻപുട്ടുകൾ രണ്ടും 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തൊട്ട മുന്നുള്ള ഔട്ട്പുട്ട് ഏതായിരുന്നോ അത് തന്നെ റീറ്റെയിൻ ചെയ്യും. അതായത് മെമ്മറി സ്റ്റോറേജ് എന്ന് പറയും. അത് ഒന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചാണ് നമ്മളിവിടെ. ഇവിടെ എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0യും കൊടുത്തപ്പോൾ ക്യൂയുടെ വാല്യൂ 0യും ക്യൂ ബാറിൻ്റെ വാല്യൂ 1ഉം കിട്ടി. അപ്പോൾ നമ്മൾ ഇൻപുട്ട് 0 ആക്കി. ഇൻപുട്ട് 0 ആക്കിയപ്പോൾ എന്താ കിട്ടിയത്? അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0, ക്യൂ ബാറിൻ്റെ വാല്യൂ 1. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻപുട്ടുകൾ രണ്ടും 0 ആക്കി കൊടുത്താൽ തൊട്ട മുന്നേ എന്തായിരുന്നോ ഔട്ട്പുട്ട്, അതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും വീണ്ടും കിട്ടുക. കണ്ടോ? സെയിം ഔട്ട്പുട്ട് അല്ലേ. സെയിം ഔട്ട്പുട്ടിനെയാണ് നമുക്ക് കിട്ടിയത്. ഔട്ട്പുട്ടിൽ ചേഞ്ച് ഇല്ല. അതിനെയാണ് നമ്മൾ മെമ്മറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. സെയിം ഔട്ട്പുട്ട് വിൽ ബി റീറ്റെയിൻഡ്. സെയിം ഔട്ട്പുട്ട് ഈസ് റീറ്റെയിൻഡ്. സെയിം ഔട്ട്പുട്ട് റീറ്റെയിൻ ചെയ്യപ്പെട്ടു. ഓക്കെ. ഇനി നമുക്ക് ഒരു കേസും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട മുന്നത്തെ കേസിൽ ഓൾറെഡി നമ്മൾ 2 കേസുകൾ ഡിസ്കസ് ചെയ്തു, 3 കേസ് ഡിസ്കസ് ചെയ്തു അല്ലേ. എഴുതിയ നമ്മൾ 2 ആണെങ്കിലും 3 ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ കേസ് എന്താണ്? എസിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 1. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? എസിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 0. അതായത് 0 1ഉം 1 0 ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ താഴെ എന്താണ്? 0 0യും ഇവിടെ നമ്മൾ 0 0 ഡിസ്കസ് ചെയ്തു. അപ്പോൾ മൊത്തം 3 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 0 0 0 1 1 0 ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്കുള്ളത് 1 1 ആണ്. എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ ഇത് 3ഉം കഴിഞ്ഞു. ഇനി 1 1. എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ 1 വന്ന് എന്താ കിട്ടുക? കേസ് 3. എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു നോർ ഗേറ്റിൻ്റെ എ ബി ഔട്ട്പുട്ട് വൈ 0 0 0 1 1 0 1 1. അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടെങ്കിലും 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. രണ്ട് ഇൻപുട്ടുകളും 0 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുകയുള്ളൂ. അവിടെ എസിൻ്റെ വാല്യൂവും 0, ആറിൻ്റെ വാല്യൂ 0. എസിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ സോറി 0 0 അല്ലല്ലോ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. എസിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 1 അല്ലേ ഇനി നോക്കാനുള്ളത് അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചല്ലോ. 0 0യും 0 1ഉം 1 0യും അതിൻ്റെ കൂടെ നമ്മൾ 0 0 കഴിഞ്ഞു. ഇനി വരാനുള്ളത് 1 1 ആണ്. ഇനിയുള്ളത് 1 1 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നോക്കൂ, എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 1ഉം വരികയാണെങ്കിൽ എന്താ? നാലാമത്തെ കേസാണ്. നമ്മൾ കേസ് 3 ആയിട്ടാണ് പഠിക്കുന്നത്. ആറിൻ്റെ വാല്യൂ 1, എസിൻ്റെ വാല്യൂ 1.
നോർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു വണ്ണെങ്കിലും ഇൻപുട്ടിൽ വരികയാണെങ്കിൽ, ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1, ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈക്വൽ ടു 0. ഈ കേസും ഈ കേസും ഈ കേസും നോക്കാം. ഇവിടെയൊക്കെ ഒരു ഇൻപുട്ടിൽ ഓരോന്നെങ്കിലും വന്ന കേസുകളാണ്. അപ്പോഴൊക്കെ ഔട്ട്പുട്ട് എന്താണ്? ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഒന്നാമത്തെ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. എസിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ക്യൂ ബാർ, അതായത് രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നോക്കൂ, ക്യൂ ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 0. അങ്ങനത്തെ ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ? അങ്ങനത്തെ ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ? ക്യൂവും ക്യൂ ബാറും, ക്യൂ 1 ആണെങ്കിൽ ക്യൂ ബാർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇനി ക്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ക്യൂ ബാർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. കാരണം എന്താണ്? രണ്ടും കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു 0 കിട്ടി, ക്യൂ ബാർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ നമ്മൾ നോട്ട് യൂസ്ഡ് ആണ്, നോട്ട് അപ്ലിക്കബിൾ ആണ്. ആക്ച്വലി ഇത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, നോട്ട് യൂസ്ഡ് ഓർ നോട്ട് അപ്ലിക്കബിൾ കേസാണ്. കാരണം നമുക്കൊരിക്കലും ഈ ഒരു കേസ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക്. കാരണം ക്യൂ 0 ആണ്, ക്യൂ ബാർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇൻപുട്ടിൻ്റെ കോമ്പിനേഷൻ എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ 1 ആകുന്ന കേസ് നമ്മൾ എസ് ആറിൻ്റെ കേസിൽ ഉപയോഗിക്കില്ല. നമ്മൾ ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ കിട്ടിയ എല്ലാ സാധനവും കൂടെ ക്രോഡീകരിച്ചിട്ട് നമുക്ക് എസ് ആർ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. എസ് ആർ ലാച്ച് ട്രൂത്ത് ടേബിൾ. എസ് ആർ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇൻപുട്ട് എസ് ഉണ്ട്, ആർ ഉണ്ട്, അതേപോലെ ക്യൂ ഉണ്ട്, ക്യൂ ബാർ ഉണ്ട്. എസും ആറും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടുകളാണ്. ക്യൂവും ക്യൂ ബാർ എന്താണ്? ഔട്ട്പുട്ടുകളാണ്. അപ്പം 0 0 0 0 ചെന്നത് നമുക്ക് കിട്ടുക മെമ്മറിയാണ് അല്ലേ? മെമ്മറി റീറ്റെയിൻ ചെയ്യുന്ന, അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയായിരിക്കും ആദ്യം എന്ത് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്, അതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഇപ്പോഴും കിട്ടുക. എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 0 0 കൊടുക്കുകയാണെങ്കിൽ മെമ്മറിയാണ് നമുക്ക് കിട്ടുക. മെമ്മറി, അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുക. ഇനി 0 1 ആണെങ്കിൽ, എസിൻ്റെ വാല്യൂ 0, ഔട്ട്പുട്ട് ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ക്യൂയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്യൂ ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇതെന്താ നമ്മൾ എസ് ആർ എന്ന് പേര് വരാനുള്ള കാര്യം ശ്രദ്ധിച്ചോ? 6 എന്ന് പറഞ്ഞാൽ റീസെറ്റാ. റീസെറ്റിൽ 1 വന്നപ്പോൾ ഔട്ട്പുട്ട് എന്തായി? റീസെറ്റായി. ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 0 ആയി. മനസ്സിലായോ? ഇനി സെറ്റിൽ 1 വരികയാണെങ്കിൽ, അതായത് 1 0, സെറ്റിൽ 1ഉം റീസെറ്റിൽ 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായി? ഔട്ട്പുട്ട് സെറ്റായി. ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 1 ആയി. ഇനി 1 1 വരികയാണെങ്കിലോ? 1 1 ഉള്ള കേസ് നമ്മൾ നോട്ട് യൂസ്ഡ് ആണ്. നോട്ട് യൂസ്ഡ്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ക്യൂവും ക്യൂ ബാറും നമുക്ക് ഒരേപോലെ കിട്ടും. ക്യൂവിൻ്റെയും ക്യൂ ബാറിൻ്റെയും വാല്യൂ നമുക്ക് എന്തായിരിക്കും? ഒരേപോലെ കിട്ടും. അപ്പം നമുക്ക് ആ കേസ് പറ്റില്ല. ക്യൂവും ക്യൂ ബാറും നമുക്ക് 0 ആയി കിട്ടും. അതുകൊണ്ട് നമ്മൾ ആ കേസ് ഉപയോഗിക്കില്ല. ഓക്കെ, ഇതാണ് എസ് ആർ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ. എന്താ സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് പറഞ്ഞോളൂ. ഈ എസിൻ്റെ ആറിൻ്റെ വാല്യൂ 1 0 വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് സെറ്റ് എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് ലാച്ച് സെറ്റായി എന്ന് പറയും. ലാച്ച് സെറ്റ് കേട്ടോ. ഈ ഔട്ട്പുട്ട് ക്യൂവിൻ്റെ വാല്യൂ 1 ആവുന്ന കേസിനെ നമ്മൾ ലാച്ച് റീസെറ്റ് എന്നും പറയും കേട്ടോ. അപ്പോൾ സെറ്റ് റീസെറ്റ് എന്നുള്ളതുകൊണ്ടാണ് എസ് ആർ ലാച്ച് എന്നതിന് പേര് വന്നത്. ഇത് ആക്ച്വലി നോട്ട് അപ്ലിക്കബിൾ എന്നോ
അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നോ നോട്ട് യൂസ്ഡ് എന്നോ ഒക്കെ എഴുതാം കേട്ടോ. ആക്ച്വലി ഇൻവാലിഡ് എന്ന് എഴുതാം നമുക്ക്. ഇത് മെമ്മറി പ്രീവിയസ് ഔട്ട്പുട്ടിനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയാണ് നമുക്കിപ്പോൾ കിട്ടുക. അപ്പോൾ ഇതാണ് ആക്ച്വലി SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ. സംശയം ഉണ്ടോ ആരെങ്കിലും? സാറ് ആളൊക്കെ കയറിയുണ്ട് കേട്ടോ, പഴയതായിരുന്നു. അപ്പോൾ സംശയം ഉണ്ടോ ചോദിച്ചോ, സംശയം ഉണ്ടോ ചോദിച്ചോ. ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ഇനി നമുക്ക് ഇതേ സംഭവം തന്നെ ഇപ്പം നമ്മൾ ഏത് വെച്ചാണ് ചെയ്തത്? SR ലാച്ച് യൂസിങ് NOR ഗേറ്റ് കേട്ടോ. അതേപോലെ SR ലാച്ച് NAND ഗേറ്റ്. SR ലാച്ച് യൂസിങ് NAND ഗേറ്റ്. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല, സർക്യൂട്ട് ഒരുപോലെ തന്നെയാണ്. NOR ഗേറ്റ് നമ്മൾ NAND ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യും. ചെറിയ രണ്ട് വ്യത്യാസങ്ങളായിരുന്നു. ഇത് Q, ഇത് Q ബാർ തന്നെ. പക്ഷേ എസിൻ്റെയും ആറിൻ്റെയും പൊസിഷൻ മാറും. ഇതായിരിക്കും എസ്, ഇതായിരിക്കും ആറ്. തൊട്ട മുന്നത്തെ കേസിലാണ്, ശ്രദ്ധിക്കണേ കേട്ടോ. മേലത്തെ ആറും താഴത്തെ എസ്സും ആയിരുന്നു. ഇപ്പം മേലത്തെ എസ്സും താഴത്തത് ആറുമാണ്. ബാക്കി സർക്യൂട്ടൊക്കെ സെയിം തന്നെ. അതിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഈ സാധനങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട, സാധനം പഠിക്കുക, എങ്ങനെയാണ് ലോജിക്ക് വരുന്നത് നോക്കുക, അത്രയേ ഉള്ളൂ. നാൻഡ് ഗേറ്റ് ആണെങ്കിൽ എന്താ വരിക? നാൻഡ് ഗേറ്റിൻ്റെ ലോജിക്ക് എയും ബിയും ഇൻപുട്ടുകളും ഔട്ട്പുട്ട് വൈയും ആണെങ്കിൽ നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരിക? 0 0 0 1 1 0 1 1. ആൻഡ് ഗേറ്റിൽ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു 0 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നാൻഡ് ഗേറ്റ് ആകുമ്പോൾ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. രണ്ട് ഇൻപുട്ടുകളും 1 ആണെങ്കിൽ ആൻഡിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതുകൊണ്ട് നാൻഡിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ നേരെ നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണിത്. ഞാൻ അത് ആവർത്തനം കൊണ്ട് അത് എഴുതുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായി നോക്കണം കേട്ടോ എങ്ങനെ വരുന്നു. ഇപ്പം നേരത്തെ കേസ് നമ്മൾ 1 ഉണ്ടോ നോക്കിയിട്ടാണ് നടന്നത്, കാരണം അത് NOR ഗേറ്റ് ആയിരുന്നു. NOR ഗേറ്റിൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ മാറും നമുക്ക് മനസ്സിലായി അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 1 ഇൻപുട്ടിലുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരുന്നു? ഔട്ട്പുട്ട് 0 ആയിരുന്നു. ഇവിടെ എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു 1 എങ്കിലും ഇൻപുട്ടിലുണ്ടെങ്കിൽ, സോറി, അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇൻപുട്ടിൽ എവിടെ 0 വരുന്നത് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. എസ്, ആറ്, ക്യൂ ബാർ 0 0 0 1 1 0 1 1. അപ്പോൾ SR ഗേറ്റ് ലാച്ച് യൂസിങ് പഴയതാണേ പറയുന്നത്. NOR ഗേറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് ഇൻപുട്ടുകളും 1 ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? രണ്ട് ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ക്യൂവും ക്യൂ ബാറും 0 കിട്ടും. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ആ കേസ് തന്നെ വരിക, എസിൻ്റെ ആറിൻ്റെയും വാല്യൂ രണ്ടും 0 ആണെങ്കിൽ. കാരണം എസ് 0 ആണെങ്കിൽ ഇവിടെ വരച്ചൊരു ചെറിയ തെറ്റുണ്ട്. പിന്നെ ഇവിടെ നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ് വരിക. അപ്പോൾ എസിൻ്റെ വാല്യൂം ആറിൻ്റെ വാല്യൂം 0 വരികയാണെങ്കിൽ ക്യൂ 1 ആയിരിക്കും,
ക്യൂ ബാർ 1 ആയിരിക്കും. അതെന്താണ്? ഇൻവാലിഡ് കണ്ടീഷൻ. അപ്പോൾ എസിൻ്റെ ആറിൻ്റെ വാല്യൂ രണ്ടും 0 ആണെങ്കിൽ നോട്ട് യൂസ്ഡ് അല്ലെങ്കിൽ ഇൻവാലിഡ്. ഇനി 0 1 വരുന്നെങ്കിലോ? 0 1 വരുന്നെങ്കിൽ ക്യൂ 1ഉം ക്യൂ ബാർ 0 ആയിരിക്കും. 1 0 വരുന്നെങ്കിലോ? ക്യൂ 0യും ക്യൂ ബാർ 1ഉം ആയിരിക്കും. ഇനി 1 1 വരികയാണെങ്കിൽ പഴയ പോലത്തെ മെമ്മറി. ഇതൊന്ന് സ്വന്തമായിട്ട് വരച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് മനസ്സിലായി. അപ്പോൾ എസിൻ്റെ ആറിൻ്റെ വാല്യൂ 0 0 വരികയാണെങ്കിൽ എസ് ആർ യൂസിങ് നാൻഡ് ഗേറ്റ് ആണെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും. ഇനി എസ് ആർ ലാച്ച് യൂസിങ് നോർ ഗേറ്റ് ആണെങ്കിലോ ഇൻപുട്ട് രണ്ടും 1ഉം 1ഉം വരുമ്പോഴായിരിക്കും ഇൻവാലിഡ് കിട്ടുക. ഇവിടെ 0 0 വരുമ്പോൾ ഇൻവാലിഡ്, 1ഉം 1ഉം വരുമ്പോൾ മെമ്മറി. നേരത്തെ കേസിൽ അവിടെ 0 0 വരുമ്പോൾ മെമ്മറി, 1ഉം 1ഉം വരുമ്പോൾ ഇൻവാലിഡ്. ഓക്കെ, ഇത് രണ്ടും ജസ്റ്റ് മാറുകയും ചെയ്യും. എസ്സിൽ 0 കൊടുത്താൽ, എസ്സിൽ 1 കൊടുത്താൽ ക്യൂ 1 ആയിരുന്നു അവിടെ. ഇവിടെ എസ്സിൽ 0 കൊടുത്താലാണ് ക്യൂ 1. ഓക്കെ, ആ സെറ്റും റീസെറ്റും ജസ്റ്റ് മാറും. ഓക്കെ, അപ്പോൾ അതാണ്, ഇത്രയേ ഉള്ളൂ എസ് ആർ ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ്. ഞാൻ ഇപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും കയറുക കേട്ടോ. ഇനിയുണ്ട് കുറേ പോർഷൻ തീരാൻ, ഫ്ലിപ്പ് ഫ്ലോപ്പ് വരെ തീർക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ലീവ് ചെയ്തിട്ട് വീണ്ടും ഒരു 10:20 10:20 കണ്ട പെട്ടെന്ന് തന്നെ കയറിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ എന്നാൽ വീണ്ടും കയറാം. 10:20 തുടങ്ങാം നമുക്ക്.